ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റൽമാൻ. അങ്ങനെ നമ്മുടെ ഡീമൺ സ്ലെയറിൻ്റെ ഒരു അവസാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇനി അങ്ങോട്ടൊരു 3 സിനിമകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. അതായത് ഇനിയുള്ള ആർക്കുകൾ സിനിമയായി മാറും, ട്രിലജി ആയിട്ട് അവർ കാണിക്കാൻ പോവുകയാണ് സിനിമ. സൂപ്പർ എക്സൈറ്റഡ് ആക്ച്വലി. ആൻഡ് നമ്മുടെ ട്രെയിനിങ് ആർക്ക്, ഹാഷിറ ട്രെയിനിങ് ആർക്ക് വന്ന് ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു എൻഡിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരുപാട് പേര്, ഞാൻ ഇപ്പോൾ നമ്മുടെ റീലോഡ് പറയുന്ന കേട്ടായിരുന്നു ഹാഷിറ ട്രെയിനിങ് അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. പക്ഷേ അത് വേണോടെ, അത് ഉണ്ടായാലേ അടുത്ത ഘട്ടത്തിലോട്ട് കയറുമ്പോൾ കുറെ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. ബിക്കോസ് ഇത്രയൊക്കെ വേണം. ബിക്കോസ് ഈ അവൻ പറഞ്ഞ കാര്യത്തിൽ ഒരു സാധനം ശരിയാണ്. മാങ്കയിൽ, ഞാൻ മാങ്ക വായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. മാങ്കയിൽ ഒരിക്കലും ട്രെയിനിങ് ആർക്ക് ഇത്രയും വലിച്ചു നീട്ടിയിട്ടില്ല. അത് ഭയങ്കര പടപടപടയെന്ന് പറഞ്ഞ് പോകുന്നൊരു സാധനമാണ്. അവരിതിൽ അത് മനഃപൂർവ്വം ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് അല്ലാത്ത അവിടെ ഡീമൺ സ്ലെയർ ആ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന 2-3 പേർക്കും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും മാങ്കയിലില്ല. ആൻഡ് പിന്നെ ഈ ഒരു ട്രെയിനിങ് സെഷൻ കുറച്ച് ഫണ്ണിയായിരുന്നു. കുറച്ചും കൂടെ തമാശകളും കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ആർക്കായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ലാസ്റ്റ് എപ്പിസോഡ് വേറെ ലെവൽ സാധനമാണ്. ഇനി അങ്ങോട്ട് വാറാണ്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനങ്ങൾ. ഇനി അങ്ങോട്ട് കോമഡി പരിപാടിയൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഫൈറ്റ് മാത്രമാണ് ഗൈസ്. അപ്പോൾ അതെനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്. ഇനി അങ്ങോട്ട് തമാശയോ കളിചിരിയോ ഒന്നുമില്ല. ഒരു ടിഷ്യൂ പേപ്പർ മറ്റുണ്ടല്ലോ, ടിഷ്യൂ ബോക്സും എടുത്ത് കൈ വെക്കുക, കാണുക, ക്ലാപ്പടിക്കുക, കണ്ണീര് തുടങ്ങുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അടുത്ത 3 അത് എന്ന് വരുമെന്ന് അറിഞ്ഞൂടെ. അടുത്ത 3 സിനിമ ഏത് കാണ്ടിൽ ഏത് കാലഘട്ടത്തിൽ വരുമെന്ന് അറിഞ്ഞൂടെ. നമുക്ക് ഏകദേശം എനിക്ക് മിക്കവാറും ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇത് കൊണ്ട് നിർത്താൻ പോണത്. അപ്പോഴും വൺ പീസ് അപ്പോഴും കാണുമായിരിക്കും ഇവിടെ. അത് വേറെ വീഡിയോ, നമുക്ക് വൺ പീസിനെ പറ്റി പിന്നെ സംസാരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഡീമൺ സ്ലെയർ ഗംഭീരമായിരുന്നു. അതിലൊരു എക്സ്പ്ലോഷൻ സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മാങ്കയിൽ വായിക്കുന്ന സമയത്ത് ഒരു എക്സ്പ്ലോഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ യൂഫോർഡബിൾ അതിനെ വേറെ ലെവലിൽ അനിമേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് എടുത്ത് പറയാൻ പറ്റും. ഒരു അനിമേഷനും ഈ പറയുന്ന ഡീമൺ സ്ലെയറിൻ്റെ അടുത്ത് വരത്തില്ല. അനിമേഷൻ്റെ ക്വാളിറ്റി, ഫൈറ്റ് അവർ ചെയ്തേക്കുന്ന ക്വാളിറ്റി ഒരു അനിമയിലും ഞാൻ കണ്ടിട്ടില്ല. ഗംഭീരം. യൂഫോർഡബിളിന് അതിന് എന്ത് ബഡ്ജറ്റാണ് അവന്മാർ അതിലോട്ട് ഇടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ അനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അയ്യോ പൊളി. അടുത്ത 3 സാധനം എന്ന് പറയുന്നത് ഏതൊരു ഇത് പറയല്ലേ, എന്തോന്ന് അടിയില്ല വെടി മാത്രം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അടി മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഏത് ലെവലിലായിരിക്കും ഇനി അങ്ങോട്ട് സാധനങ്ങൾ വരാൻ പോകുന്നതെന്ന്. സൂപ്പർ ഹാപ്പി. അത് പെട്ടെന്ന് ഷടപടയും തീരാറായെന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു അനിമേഷൻ കാണണമെന്നുണ്ടെങ്കിൽ, ഒരു അനിമേ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സാധനം ഡീമൺ സ്ലെയറാണ്. ഇത്രയും ഗംഭീരമായിട്ട് ഒരു സാധനം നിങ്ങൾക്ക് കിട്ടൂലേ. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മറ്റേ ഡെത്ത് നോട്ടാണ്. സോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് താഴെ ഒന്ന് പറയുക. എന്തായാലും കട്ട വെയിറ്റിംഗ് ഫോർ ദ 3 മൂവീസ്. ഐമാക്സിലൊക്കെ ഇറങ്ങും. അടിപൊളി. എന്താണെങ്കിലും അവസാനം ഒരു നോട്ടിൽ എനിക്ക് കൊണ്ട് നിർത്തണമെന്നുണ്ട്. ഈ ചാനലിൽ വരുന്ന ഒരു വീഡിയോയും പെയ്ഡല്ല. അന്ന് ഞാൻ ഈ ചാനൽ നിർത്തും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെ ഞാൻ പറയുന്നു, ഈ ചാനൽ പൂട്ടും. 5 രൂപ ആരെയെങ്കിലും മേടിച്ചിട്ട് ഞാനിവിടെ വന്ന് ഒപ്പീനിയൻ പറഞ്ഞാൽ 5 രൂപ 5 എത്ര ആയിക്കോട്ടെ, കാശ് മേടിച്ചിട്ട് നിങ്ങളത് കോൾമീ ഷസാമതാണ്ട് ഇത്ര രൂപ മേടിച്ചിട്ട് ഒന്ന് പ്രൂവ് ചെയ്യുന്നു, നിർത്തും. ഈ ഒരു ചാനൽ നിർത്തും. ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് ചിലവർക്ക് മനസ്സിലാവും. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാശ് മേടിച്ചിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ. നിങ്ങളെന്നും പോലെയൊന്നും അല്ല. നീയൊക്കെ പലയിടത്തും പോയിട്ട് മറ്റേ ഉദ്ഘാടിക്കണ പോലെ അല്ല. കാശ് മേടിച്ച് ഞാൻ ചെയ്യില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ശരി എന്നാൽ.